ചൊക്രമുടിയിലെ വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി നീലക്കുറിഞ്ഞി നശിപ്പിച്ചവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കും. ദേവികുളം സബ് കളക്ടർ കേസെടുക്കാൻ നിർദ്ദേശം നൽകി. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ചൊക്രമുടിയിൽ ഒരു സംഘം ആളുകൾ അതിക്രമിച്ചു കയറി നീലക്കുറിഞ്ഞി നശിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങൾ ജെയിൻ എസ് രാജു നൽകും. ജെയിൻ, ഈ അതിക്രമിച്ചു കയറിയവരെ തിരിച്ചറിഞ്ഞോ? വിശദാംശങ്ങൾ. സന്ധ്യ, ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവര് ആരൊക്കെയാണെന്നുള്ള കൃത്യമായിട്ടുള്ള ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ചൊക്രമുടി മലനിരകളിൽ അവിടെ പട്ടയമുണ്ടെന്ന് കുറെ ആളുകൾ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അത് പട്ടയം വ്യാജമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ പട്ടയം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് അത് ആളുകളെ വിളിച്ച് ഹിയറിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഹിയറിംഗ് പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ പട്ടയം റദ്ദാക്കുന്ന നടപടികളിലേക്ക് കിടക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് കുറച്ച് ആളുകൾ വീണ്ടും അവിടെ എത്തുകയും ഏതാണ്ട് 1/2 ഏക്കറോളം സ്ഥലം വീണ്ടും വെട്ടിത്തെളിച്ച് അവിടെ കയ്യേറ്റ ശ്രമം നടത്തുകയും ചെയ്തത്. അവർ അവകാശപ്പെട്ടത് ഭൂമിയുടെ പട്ടയമുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അതിന് കഴിഞ്ഞില്ല. ഈ പശ്ചാത്തലത്തിലാണ് റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വൈകിയാണെങ്കിലും ഇത് സംബന്ധിച്ച ഒരു നടപടി ഉണ്ടാകുന്നത്. ദേവികുളം സബ് കളക്ടർ തന്നെ പോലീസിനോട് ഈ അതിക്രമിച്ച് കയറിയവർക്കെതിരെ കേസെടുക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ ഹൈക്കോടതി നിയോഗിച്ച IG സേതുരാമൻ നേതൃത്വം നൽകുന്ന പ്രത്യേക സംഘമുണ്ട്. ആ സംഘം ഈ ഭൂമിയിലേക്കുള്ള പ്രവേശനം തടഞ്ഞുകൊണ്ട് ഇവിടെ ഗേറ്റ് താക്കോലിട്ട് പൂട്ടുകയും പൂർണ്ണമായും അടയ്ക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു അതിക്രമിച്ച് കടക്കലും കയ്യേറ്റ ശ്രമവും വീണ്ടും ഉണ്ടായത്. അതിലാണ് ഇപ്പോൾ നടപടിക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാജാക്കാട് പോലീസാണ് ഇത് സംബന്ധിച്ച് നടപടി സ്വീകരിക്കേണ്ടത്. അവർ ഇതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ജെയിൻ എസ് രാജു ആണ് വിവരങ്ങൾ നൽകിയത്.